ഓൺലൈനായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതിനകത്ത് ദൈവവചനം പഠിക്കുവാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. സിസ്റ്ററിന് എങ്ങനെ അറിയാമെന്നാണോ? എനിക്കറിയാമല്ലോ. എല്ലാ ദിവസവും ഈ എപ്പിസോഡ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നെ ഈ നാളുകളിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കുറച്ച് പേരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വേണമെന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എഴുന്നേറ്റാൽ ഹല്ലേലൂയ, നിങ്ങൾ അനേകരെ എഴുന്നേൽപ്പിക്കുന്നവരായി മാറും. ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഒന്ന് ഉയരാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ വീഡിയോകൾ നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ എത്തിച്ചു തന്നിരിക്കുന്നത്. ശ്രദ്ധയോടെ നിങ്ങളിത് പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നിലവാരങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ്, കൃപാവരങ്ങളെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒന്നൊന്നായി അങ്ങനെ പഠിക്കുകയാണ്. ആദ്യം അന്യഭാഷയെക്കുറിച്ച് പഠിച്ചു, അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് പഠിച്ചു. അന്യഭാഷ വരം, വ്യാഖ്യാന വരം, സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഗിഫ്റ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താഴെ ലിങ്ക് ഞാൻ ചേർത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് സ്പിരിച്വൽ ഗിഫ്റ്റ്, അത് എന്തിനാണെന്നുള്ളതാണ്. നമ്മുടെ കയ്യിലേക്ക് ഒരു ആയുധം തന്നാൽ അത് ആദ്യം എന്തിനാണെന്ന് പറയണം, പിന്നെ വേണം അതിനെ ഉപയോഗിക്കാനായിട്ട് അഭ്യസിക്കേണ്ടത്. അപ്പം അതുപോലെ എന്തിനാണ് ഈ ആത്മീക വരങ്ങൾ നൽകപ്പെടുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 9 കൃപാവരങ്ങളെ പറ്റി പറയുകയുണ്ടായി. എന്തിനാണ് അത് നൽകുന്നതെന്നും നമ്മൾ പറഞ്ഞു. അപ്പം അതെല്ലാം ഒരു 4 എപ്പിസോഡുകളായിട്ട് ഈ ചാനലിൽ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പിരിച്വൽ ഗിഫ്റ്റ് പാർട്ട് 1 സിസ്റ്റർ അമൃത എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ അത് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിനകത്തേക്ക് പോയാൽ ഒരു പ്ലേ ലിസ്റ്റായിട്ട് തന്നെ ഞാനത് ഇട്ടിട്ടുണ്ട്. എല്ലാം തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി ഒരെണ്ണത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഒന്നൊന്നായി നിങ്ങളത് കേൾക്കുക, പഠിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കേട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളത് കേൾക്കുകയും പ്രാർത്ഥനയോടെ അത് പഠിക്കുകയും ചെയ്യുന്നെങ്കിൽ കർത്താവ് നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാനായി പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേർ എന്നെ വിളിച്ചു വോയിസ് ഇട്ടൊക്കെ സാക്ഷ്യം പറഞ്ഞവരുണ്ട്. സിസ്റ്ററെ, ഞാൻ ഈ ദർശനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ട ശേഷം ധാരാളം ദർശനങ്ങൾ ദൈവം എന്നെ കാണിക്കുന്നു. ആത്മവിവശതയെക്കുറിച്ചുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം ആത്മവിവശതയിൽ കർത്താവ് എന്നെ കൊണ്ടുപോകുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന കാര്യങ്ങളെ ദൈവം തെളിയിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരെല്ലാമാണോ ആഗ്രഹത്തോടെ ഈ നാളുകളിൽ ഇരിക്കുന്നത് അവരെല്ലാം ആ അനുഭവങ്ങളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നതൊന്നും വ്യർത്ഥമല്ലെന്ന് എനിക്കറിയാം. അത് ഇതിനകത്ത് ഒരു 100 പേരെയാണ് കർത്താവ് അങ്ങനെ കൊണ്ടുവരുന്നതെങ്കിൽ സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി പേര് ഈ നാളുകളിൽ അന്യഭാഷ പ്രാപിക്കുന്നുണ്ട്, പറയുന്നത് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പുതിയ ഭാഷകൾ ലഭിച്ചു എന്ന് എന്നെ വിളിച്ച് ടെസ്റ്റിമണി പറഞ്ഞവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് തൊടാൻ പോവുകയാണ്. പ്രവചനവരം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രവചനവരം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ അപ്പനോടൊന്നും പറയാൻ പോവുകയാണ്. കർത്താവേ, യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരൻ എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം അടച്ചിട്ട് അപ്പനോട് സംസാരിച്ചത്. അപ്പാ, ഞാനിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഇപ്പോൾ കർത്താവെ, അങ്ങ് സിസ്റ്ററിലൂടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അനുഗ്രഹപ്രദമായി മാറണം. എന്നെ ആ നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. എനിക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ആ ഹൃദയത്തിനകത്ത് മൂടുപടമിടുന്ന പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുകയാണ്. ഹല്ലേലൂയ. അവരിപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ഈ വചനം കേൾക്കട്ടെ. വചനം കേൾക്കുമ്പോൾ ക്ഷീണമോ മടുപ്പോ ഉറക്കമോ ഒന്നും അവരിൽ വ്യാപരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ ആ ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുവാണ്. അവർ അത് കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാകട്ടെ. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ഹൃദയദൃഷ്ടിയുടെയും ഒക്കെ ആത്മാവിനെ ദൈവം പകർന്ന് അവരെല്ലാം ഈ നാളുകളിൽ പ്രവചനാത്മാവിനാലെ നിറച്ച് പ്രവചന ശുശ്രൂഷകൾ അവർക്ക് നൽകി
ആ ഗിഫ്റ്റിനാലെ ദൈവം നിറയ്ക്കുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പ്രവചിക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഉയരപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. യൂട്യൂബിലും ആഗ്രഹമുള്ളവരൊക്കെ താഴെ കമൻ്റ് ഇട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു കമൻ്റ് ഇടാതെ പോകരുത്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണെങ്കിൽ നിങ്ങളൊരു കമൻ്റ് ഇട്ട ശേഷം പോവുക. തീർച്ചയായും എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സ്തോത്രം. ആഗ്രഹിക്കുന്നവരെല്ലാം ആ കമൻറ്റിലോട്ട് ഇട്ടാട്ടെ. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ശ്രേഷ്ഠമായ ഒരു വരമാണ്. മറ്റു വരങ്ങളിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായ ഒരു വരമാണെന്ത്? പ്രവചനവരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശേഷാൽ നിങ്ങൾ പ്രവചനവരം വാഞ്ചിക്കണം. എടുത്തു പറയുക. എന്താ വേറൊന്നും പറയാത്തത്? 9 ഗിഫ്റ്റുകൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ്. അതിൽ നിന്നെല്ലാം വിശേഷാൽ നിങ്ങൾ പ്രവചനവരം വാഞ്ചിക്കണമെന്ന് എന്തുകൊണ്ട് പറയുന്നു? 1 കൊരിന്ത്യർ 14:1 നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14:1. താങ്ക് യു. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ ആത്മീക വരങ്ങൾ നമ്മൾ വാഞ്ചിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 9 വരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ആത്മീക വരങ്ങളൊക്കെ നമ്മൾ വാഞ്ചിക്കണം. എന്നാൽ എല്ലാറ്റിനും കൂടുതൽ എന്താഗ്രഹിക്കണം നമ്മൾ? പ്രവചനവരം. പക്ഷെ എത്ര പേര് ഇത് ആഗ്രഹിച്ചവരുണ്ട് ഇതുവരെ? അവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതുവരെ ആഗ്രഹിച്ചവർ, ഇനി ഇന്ന് മുതൽ ആഗ്രഹിക്കുന്നവർ, എനിക്കത് അറിയേണ്ടത്. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, കാരണം പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ. പ്രവചനം എന്നൊരു വരം ആഗ്രഹിക്കണമെന്ന് അപ്പച്ചൻ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നോ? ഇല്ല. ശ്യാമളേൻ്റെ എന്ത് പറയുന്നു? വേറെ സ്ഥലങ്ങളിൽ പോകുന്നവരടുത്ത് ചോദിക്കട്ടെ. പറയുന്നില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ സിസ്റ്റേഴ്സിനോട് ചോദിക്കാം. പ്രവചനവരം ആഗ്രഹിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അറിയാം. ഇവിടെ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ വിശേഷാൽ പ്രധാനമായിട്ട് ആ ഒരു വരം ആഗ്രഹിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വരത്തെക്കുറിച്ച്. എന്നാൽ നമ്മൾ ബൈബിളിലോട്ട് നോക്കുമ്പോൾ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി മാത്രമല്ലതുള്ളത്, ഓഫീസ് ഓഫ് എ പ്രൊഫറ്റും ഉണ്ട്. പ്രവാചകന്റെ ഓഫീസ്, അങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്നവരുണ്ട്. പ്രവചന വരവും പ്രവാചകന്റെ ഓഫീസും തികച്ചും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. പ്രവചനവരം എല്ലാ വിശ്വാസികൾക്കും ആഗ്രഹിക്കാം. എല്ലാവർക്കും അത് ദൈവം നൽകി തരുന്ന ഒന്നാണ്. എന്നാൽ പ്രവാചകന്റെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അധികാരങ്ങളോടെ ദൈവമാക്കിയിരിക്കുന്നവരാണ് അവർ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് കാലാവസ്ഥയുടെ മേൽ അധികാരം ഉണ്ടാകും, ചില ദേശങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, ഞാൻ പറഞ്ഞല്ലാതെ പെയ്യത്തില്ല. എന്ത് പെയ്യത്തില്ല? മഴയും മഞ്ഞും പെയ്യത്തില്ല. അതാ പ്രവാചകന്റെ ഓഫീസിൽ നിൽക്കുന്നവരുടെ അധികാരം. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അത് സംഭവിക്കും. ഹല്ലേലൂയ. അധികാരത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇരമ്യാവിനോട് കർത്താവ് പറഞ്ഞില്ല. എന്താണ് പറഞ്ഞത്? എന്തു പറഞ്ഞു ഇരമ്യാവിനോട്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് പ്രൊഫറ്റിക് ഓഫീസിലുള്ള കോളിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതും പ്രവചന വരവും ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ പ്രവചന വരം എന്ന് പറയുന്നത് കർത്താവ് നൽകിയിരിക്കുന്നത് പ്രബോധനത്തിനും ആശ്വാസത്തിനും അല്ലെ, ആത്മീക വർധനവിനും വേണ്ടിയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു പ്രവാചകന്റെ ഓഫീസിൽ നിൽക്കുന്നവർ അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാത്തിനെ വെട്ടി കളയും. അതാണ് ആ അധികാരത്തിന്റെ വ്യത്യാസം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ദൈവം അതിൽ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നല്ല. അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
പ്രൊഫറ്റിക് ഓഫീസിൽ നിങ്ങളെ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. കാരണം എപ്പോഴും ദൈവത്തിന് സംസാരിക്കും. മനസ്സിലായോ? ദൈവത്തിന്റെ ഹൃദയഭാരത്തെ വഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. എപ്പോഴെങ്കിലും പോയി ദൈവസന്നിധിയിൽ ഒരാൾ ഇരിക്കുന്നെങ്കിൽ കർത്താവ് എപ്പോഴും എങ്ങനെയാണ് ആ മനസ്സ് പങ്കുവയ്ക്കുന്നത്? അല്ലേ? ഒരു ദേശത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു പ്രവാചകന്റെ കയ്യിൽ ചിലപ്പോൾ ഏൽപ്പിച്ചിരിക്കും. ഇരമ്യാവിനെ പോലെയൊക്കെ ഒരു പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ വിലാപങ്ങളൊക്കെ എഴുതുമ്പോൾ ഇരമ്യാവിന് എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടാണോ ഇരമ്യാവ് ആ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത്? അത് ആരുടെ ഭാരം മാത്രമേ അതിൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ കണ്ണുനീര, ദൈവത്തിന്റെ ഹൃദയഭാരമാണ്. ഇരമ്യാവിന് സ്വയമായിട്ട് കരയേണ്ട ഒരാവശ്യവുമില്ല. എന്തുകൊണ്ട് ഇരമ്യാവ് അങ്ങനെ കരഞ്ഞു? ദൈവത്തിന്റെ ഹൃദയഭാരം താൻ ഏറ്റെടുക്കുക ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ്. അപ്പോൾ ഒരു പ്രൊഫറ്റിക് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന്റെ ഹൃദയഭാരം വഹിക്കുന്നവനായിരിക്കും. അവൻ ഒരുപക്ഷെ മണിക്കൂറുകളോളം കരഞ്ഞെന്ന് വരാം. എന്തിനായിരിക്കും കരയുന്നത്? ചില ദേശങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, ചില വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അതൊന്ന് പഠിച്ചു വരാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വചനമാണ് വായിച്ചത്, 1 കൊരിന്ത്യർ 14:1. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. ഇനി ഞാൻ പ്രവാചകന്റെ ഓഫീസിനെ കുറിച്ച് ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. നമുക്ക് സംഖ്യാപുസ്തകം 12:6 നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 12:6. വായിക്കണം. 12. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? യഹോവയായ ഞാൻ ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും, എൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തും. 2, സ്വപ്നത്തിലൂടെ അവനോട് അരുളി ചെയ്യും. ഹല്ലേലൂയ. ഒരു പ്രവാചകന്റെ ഓഫീസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദർശനങ്ങളും സ്വപ്നങ്ങളും കോമൺ ആയിരിക്കും, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാ? ദൈവം ആ ഒരു അധികാരത്തിലാണ് ആ മനുഷ്യനെ നിർത്തിയിരിക്കുന്നത്. എപ്പോഴും ദർശനങ്ങൾ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, സ്വപ്നങ്ങൾ ഇടവിടാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രവാചക ഓഫീസിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിയുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ണടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദർശനങ്ങൾ കാണാനായിട്ട് തുടങ്ങും. എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇതെല്ലാം അങ്ങനെയുള്ള ഒരു വിളിയുടെ ചില അടയാളങ്ങളാണ്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ശമൂവേലിനെ കാണുമ്പോൾ, ശമൂവേൽ പ്രവാചകനെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആരെങ്കിലും ആ ഭാഗം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ശമൂവേലിനോട് നേരിട്ട് ദൈവം സംസാരിക്കുന്നു, ശരിയല്ലേ? ബാലനായ ശമൂവേലിനോട് ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം വിളിക്കുന്നു. എന്തിനാണ്? ചില കാര്യങ്ങൾ പറയേണ്ടതിന് വേണ്ടി, അല്ലേ? ചില കാര്യങ്ങൾ പറയേണ്ടതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാലോ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അപ്പോൾ ഈ പ്രൊഫറ്റിക് ഓഫീസിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളോടും ദൈവം ഡയറക്റ്റ് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഓഡിബിൾ വോയിസ് കേൾക്കുന്നവരായിരിക്കും പ്രവാചകന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഹല്ലേലൂയ. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, സ്വപ്നങ്ങൾ ഉണ്ടാകും. ദൈവം നിങ്ങളോട് തൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിളി നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോളിങ്ങിനുള്ളിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രവാചകന്റെ ഓഫീസിലുള്ളവരുടെ ദൈവം എങ്ങനെയെല്ലാം സംസാരിക്കാം?
സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നു, പിന്നെ ദർശനങ്ങളിലൂടെ സംസാരിക്കുന്നു, ഓഡിബിൾ വോയിസിൽ ദൈവം സംസാരിക്കുന്നു. ചെവികളിൽ കൃത്യമായി നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, ദൂതന്മാർ അവരോട് വന്ന് സംസാരിക്കുന്നു. മോശയ്ക്ക് മുൾപ്പടർപ്പിലുണ്ടായ അനുഭവം അറിയാലോ അല്ലേ? മോശയെ മോശെ എന്ന് വിളിച്ചു, ദൂതൻ മുൾപ്പടർപ്പിലിറങ്ങി. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് ദൂതന്മാരുമായി എൻകൗണ്ടറുകൾ തുടർച്ചയായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. സ്വപ്നങ്ങളിലൂടെ അപ്പ എന്നോട് സംസാരിക്കണം, ദർശനങ്ങളിലൂടെ സംസാരിക്കണം, ദൈവത്തിൻ്റെ ഓഡിബിളായിട്ടുള്ള ശബ്ദം എനിക്ക് കേൾക്കണം, ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടറുകൾ എൻ്റെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരം വഹിക്കാനായിട്ട് തയ്യാറാണ്. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. മിക്കവാറും പേർക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഭാരം ദൈവത്തിന് തരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ ഒത്തിരി ഭാരം ഉണ്ടല്ലോ, അല്ലേ? ഇല്ലേ? ഉണ്ട്. നമുക്ക് തന്നെ ഒത്തിരി ഭാരം ഉണ്ടായിരുന്നാൽ നമ്മൾ ആ ഭാരം കർത്താവിൻ്റെ മേൽ വെക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാരം എങ്ങനെ തരാനായിട്ടാണ്? ചോദിക്കട്ടെ. എനിക്ക് ഒരു കുടം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെക്കുക കേട്ടോ, ഒരു മൺകുടം. അതിനകത്ത് എനിക്ക് കുറച്ച് ക്ലീൻ വാട്ടർ നിറയ്ക്കണം, ശുദ്ധമായ ജലം നിറയ്ക്കണം. കാരണം മൺചട്ടിയിൽ ഇരിക്കുന്ന വെള്ളം എപ്പോഴും തണുത്തായിരിക്കുന്നത് അല്ലേ? ഫ്രിഡ്ജിനേക്കാൾ നല്ലതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരും ഒന്നും ഉപയോഗിക്കാറില്ല. അല്ലല്ലേ? ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് നിറയെ കരിങ്കല്ലും സിമന്റും കൂടെ അടച്ച് വെച്ചിരിക്കുക. വെള്ളം എവിടെ ഒഴിക്കണം? വെള്ളം എടുക്കണമല്ലോ. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതിനകത്തിരിക്കുന്ന ഇതെല്ലാം മാറ്റണം. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഭാരം, മനസ്സിലായോ? നമ്മുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിളുകൾ, എന്തൊക്കെയോ നിരാശകൾ, വിഷയങ്ങൾ, തലമുറകളുടേതാകട്ടെ, കുടുംബത്തിനകത്തുള്ളതാകട്ടെ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളാകട്ടെ, ഇതെല്ലാം ഇരിക്കണം. അതിൽ നിന്നെല്ലാം ഭയവും നിരാശയും ഇതെല്ലാം മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാരം കിടക്കുന്നതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹൃദയഭാരം നമ്മിൽ വെക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിനുള്ള ഭാരമാണ്. കർത്താവ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീ എൻ്റെ മക്കളെ നോക്കിക്കേ, ലോകമെമ്പാടുമുള്ള ഞാൻ അവർക്കായിട്ടൊക്കെയാ മരിച്ചത്, പക്ഷെ അവരെന്നെ അറിയുന്നില്ല. ഹല്ലേലൂയ. അവരെന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. കാളതൻ്റെ ഉടയവൻ്റെ, കഴുത തൻ്റെ യജമാനൻ്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ്റെ ജനമറിയുന്നില്ല. കാളതൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ്റെ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ഹല്ലേലൂയ. ഇരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, അവർ മത്സരഗൃഹമാണ്, മത്സരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട്. ദൈവം ഉണ്ടെങ്കിലൊന്ന് കാണട്ടെ. ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമോ? ദൈവം എന്തിന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി? ഇതൊക്കെ ക്വസ്റ്റ്യനാ, വിശ്വാസികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? ദൈവം എന്തുകൊണ്ട് എനിക്ക് നല്ല ജോലി തന്നില്ല? എൻ്റെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ചെയ്തില്ല? ഹല്ലേലൂയ. കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം കുശവനോട്, എന്ത് കാര്യത്തിനാ നീ എന്നെ ഇങ്ങനെ മെനയുന്നതെന്ന് ചോദിച്ചാൽ,
മെനയപ്പെട്ടത് മെനഞ്ഞവനോട് നീ എന്നെ മെനഞ്ഞത് എന്തിന് എന്ന് ചോദിക്കാൻ പാടില്ലെന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? എന്തിനിങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നു? എന്തിനിങ്ങനെ ഒരു കുടുംബം എനിക്ക് തന്നു? എന്തിനിങ്ങനെ ഇങ്ങനെയുള്ള മക്കളെ എനിക്ക് തന്നു? ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിയെ തന്നു? ഇതാ ദൈവത്തിനോടുള്ള ക്വസ്റ്റ്യൻ. ചോദിക്കാൻ പാടില്ല കേട്ടോ. മെനയപ്പെട്ട പാത്രങ്ങളായ നമ്മൾ ചോദിക്കാൻ പാടില്ല. മണ്ണായിട്ട് കിടക്കേണ്ടതല്ലേ? കർത്താവ് മെനഞ്ഞത് പോരെ. ഹല്ലേലൂയ. എന്നാ പിന്നെ മണ്ണായിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതിയായിരുന്നല്ലോ നമ്മളല്ലേ. അതിന് നന്ദി പറയണം. നമ്മളെ കർത്താവ് കണ്ടതിന്, വിളിച്ചതിന്, ഇതെല്ലാം കേൾപ്പിക്കുന്നതിന് നന്ദിയപ്പാ. ഹല്ലേലൂയ. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. സിസ്റ്റർ അമൃതയുടെ യോഗ്യത എന്താണ്? ഒരു യോഗ്യതയും ഇല്ലാത്തതാണ് എൻ്റെ യോഗ്യത. ഹല്ലേലൂയ. ഒന്നുമില്ല സഹോദരങ്ങളെ. ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഞാൻ ശൂന്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഓക്കെ, എന്നാൽ അത് മതി. ഹല്ലേലൂയ. ഒരു ക്വാളിഫിക്കേഷനും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും യു ആർ ക്വാളിഫൈഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞതാ. എനിക്കിത് കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി. ഞാൻ കരഞ്ഞു ഒത്തിരി നേരം. ഹല്ലേലൂയ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും അല്ലേ? എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. അനേകരോട് ഈ അപ്പൻ്റെ സ്നേഹത്തെ പറ്റി പറയാൻ പറ്റില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ഭാരങ്ങളുണ്ട്. അനേക രാജ്യങ്ങളെ പറ്റിയുള്ള ഭാരങ്ങൾ. നിനവയെ പറ്റി ഒരു ഭാരം വരിക. അപ്പോഴാ യോനയെ തപ്പി പിടിച്ചത് കർത്താവ്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? നീ നിനവയോട് പോയി പറയണം. ഹല്ലേലൂയ. അപ്പോൾ യോന പറഞ്ഞിട്ട് കേട്ടോ? ഇല്ല. ഇതുപോലെ അനേകരെ ഈ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാനായിട്ട് കർത്താവ് തപ്പിയെടുത്തുകൊണ്ടിരിക്കുക. ചിലരെല്ലാം ഈ വിളി ഒന്നും കേൾക്കുന്നില്ല. ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുക. ഏതുവരെ ഓടും? തർശീസിലേക്കോ? കർത്താവ് പിടിച്ചോണ്ട് വരും. 3 ദിവസം മത്സ്യത്തിന്റെ വയറിനകത്തൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിനവയിലേക്ക് വിളിച്ചാൽ നിനവയിലേക്ക് വന്നോണം. അവിടെ കിടന്ന് ഓടിച്ചുറ്റി കളിക്കരുത്. പിന്നെ ആകെ പ്രശ്നമാവും. ജീവിതമാകുന്ന കപ്പലിളകും. പലരും നിന്നെ വലിച്ചു പുറത്തേക്ക് കളയും. കോളിംഗ് ഉള്ളവനാ അതിനകത്ത് കിടന്ന് കളിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കപ്പലിളകും. ജീവിതമാകുന്ന കപ്പലിന് മൊത്തം ഇളക്കമായിരിക്കും. എന്തുകൊണ്ടാ? കോളിംഗ് ഉള്ളവൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അവസാനം അവരെല്ലാം കൂടെ എടുത്ത് കടലിലിടും. പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിന്നെ പിടിച്ചു വെക്കും. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ അതിനകത്ത് ഉപവാസവും പ്രാർത്ഥനയും. പിന്നെ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിലവിലെത്തും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഇടം കൊടുക്കാതെ കോളിംഗ് ഉള്ളവർ നിങ്ങൾക്കത് മനസ്സിലായാൽ ഡയറക്റ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയഭാരങ്ങളെ വഹിക്കാൻ തയ്യാറാണോ? എന്നാൽ നിങ്ങളെ ആ ഓഫീസിലോട്ട് ദൈവം കയറ്റി നിർത്തും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയഭാരത്തെ ഒന്ന് വഹിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് എപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ദേശങ്ങളെപ്പറ്റി, രാജ്യങ്ങളെപ്പറ്റി, മക്കളെപ്പറ്റിയൊക്കെ ദൈവത്തിന് വല്ലാത്ത ചിന്തയും വല്ലാത്തൊരു സ്നേഹവുമാണ്. എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളോട്. ഒരു മനുഷ്യൻ നശിച്ചു പോകുന്നത് നമ്മുടെ അപ്പന് ഇഷ്ടമല്ല. മനസ്സിലായി? ഒരു മനുഷ്യൻ നശിച്ചു പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു ആത്മാവിനെ നിങ്ങൾ നേടിയാൽ ആ ആത്മാവ് രക്ഷയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. ഒറ്റ ആത്മാവിൻ്റെ രക്ഷ. അപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയല്ലേ. അവൻ ചിലപ്പോൾ കേട്ടില്ലായിരിക്കാം, നിങ്ങളെ പുച്ഛിക്കുമായിരിക്കാം, പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു, അത് മതി. ഹല്ലേലൂയ. അപ്പോൾ അവർ വന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടണ്ട. പക്ഷെ വിത്തിട്ടില്ലേ? വിത്തിട്ടാൽ അനുയോജ്യമായ ഒരു കാലാവസ്ഥ വരുമ്പോൾ വിത്ത് മുളയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ഇടുക എന്നുള്ള ആരുടെ ജോലിയാ? നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളുടെ ദേശത്തൂടെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കണം, വിത്തിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരും കാണുന്നില്ലെന്നേ ഇടുന്നത്. ഒരു മഴ പെയ്യുമ്പോൾ ഹല്ലേലൂയ അത് പൊട്ടി കിളിർക്കുന്നത് നിങ്ങൾ കാണും. വിത്തിട്ടതാരേലും കണ്ടോ? ഇല്ല. റോഡരികിലൊക്കെ
ഒന്നും കാണാത്ത സമയത്ത് മഴയൊന്ന് പെയ്ത് കഴിയുമ്പോൾ ഇതാണ്ട് കിളുത്തു വരുന്നു എല്ലാം. ഹല്ലേലൂയ, സ്തോത്രം. വരണ്ട സ്ഥലങ്ങൾ പലതും, നിർജ്ജന പ്രദേശങ്ങളും മരുഭൂമികളും മലർവാടിയായി മാറട്ടെ. നിങ്ങൾ നടന്നൊന്ന് വിത്തിട്ടെ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ കാല് ചവിട്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിന്നാൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഒരു താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. പല തവണ അവിടെ കൺവെൻഷൻ നടത്താതിരുന്നു അല്ലേ? ഈ വർഷം അത് നടത്തി, ശരിയല്ലേ? നടത്തി. കൺവെൻഷൻ നടത്താതായതിൻ്റെ പിറ്റേ വർഷം മുതൽ ഞാൻ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ കൊണ്ടുവിടാൻ പോകുമ്പോണ്ടല്ലോ, പോകുമ്പോഴും വരുമ്പോഴും ഗ്രൗണ്ടിന്റെ നടുവിൽ ചവിട്ടി യേശുവിന്റെ നാമത്തിൽ കൺവെൻഷൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. വിത്തിട്ടോണ്ടിരുന്നു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ആ കൺവെൻഷൻ അവിടെ നടത്തപ്പെട്ടു. ഹല്ലേലൂയ. ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടാവാൻ ഞാൻ തന്നെയും അല്ല കേട്ടോ. ഇതുപോലെ മുടങ്ങിപ്പോയ ഒത്തിരി ഗ്രൗണ്ടുകളുണ്ട്. ഞാൻ അവിടെ അകത്ത് കയറാൻ പറ്റിയെങ്കിൽ പുറത്തെങ്കിലും നിന്ന് കൈയെങ്കിലും നീട്ടി ഞാൻ പ്രാർത്ഥിക്കും. ഈ ഗ്രൗണ്ടിലെല്ലാം കൺവെൻഷൻ നടക്കണം. ഹല്ലേലൂയ. അനേകർ രക്ഷിക്കപ്പെടണം, അനേകർ മാനസാന്തരപ്പെടണം. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചെറിയ കാര്യമാണ്. നല്ല നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആത്മാക്കളായിരിക്കും രക്ഷിക്കപ്പെടുന്നത്. കർത്താവ് നോക്കിയിരിക്കുക, എന്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വായിൽ വരുന്നു അത് എഴുതി ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരായി മാറാം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയഭാരം വഹിക്കുന്നവരായി തീരുക. അപ്പോൾ അതിന് ഞാൻ മോശയുടെ ആ ഒരു ഹൃദയഭാരത്തെ പറ്റി ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വചനം നമുക്കൊന്ന് വായിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11 അതിൻ്റെ 29. സംഖ്യാപുസ്തകം 11:29. മോശ അവനോട്, എന്നെ വിചാരിച്ചു നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാവുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകനായ മോശയുടെ ആ ഹൃദയത്തിലുള്ള ആഗ്രഹം നിങ്ങൾ കണ്ടോ? എന്താണ് ആഗ്രഹം? യഹോവയുടെ ജനമൊക്കെ എന്താവണം? പ്രവാചകന്മാരാകണം. എന്നിട്ട് എന്ത് വേണം? യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരണം. എന്തിനാ? മോശ ഒറ്റയ്ക്കായി ഇസ്രായേൽ ജനങ്ങളെ നയിച്ചുകൊണ്ട് വന്നത്. അവരുടെ പ്രശ്നങ്ങളും പരാതികളും എല്ലാം തീർക്കുന്നത് ആരാണ്? മോശയാണ്. മോശയ്ക്ക് ഇത് അവസാനം പറ്റാതായി. മനസ്സിലായോ? തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയാതായി. അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 11:11 അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്തിന്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചത് എന്തിന്? മനസ്സിലായോ? അപ്പൊ ആ ജനത്തിന്റെ മുഴുവൻ ഭാരം ആര് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്? മോശ വഹിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയണം? ജനത്തിന്റെ ഭാരം വഹിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാവണം. ഇതെല്ലാവർക്കും ഉണ്ടാവൂ? ഇല്ല. ഇതങ്ങനെ എളുപ്പമുള്ള പരിപാടിയല്ല. അതായി പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ജനത്തിന്റെ ഭാരം വഹിക്കാനായിട്ട് കഴിയണം. അവരെന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും എന്തെല്ലാം പ്രതികൂലങ്ങളിൽ അകപ്പെട്ടാലും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തെടുക്കുകയും അവന് വേണ്ടി ദൈവത്തിന്റെ ആലോചന ചോദിച്ച് അവന് വേണ്ടി പറയാനും കഴിയണം. ഹല്ലേലൂയ. പ്രയാസമുള്ള പണിയാണോ? ആണ്. ഹല്ലേലൂയ. ഇത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ക്ഷമ വളരെ വേണം. മോശ നിങ്ങൾക്കറിയാമോ, ഭൂതലത്തിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു. മോശയെ കൊണ്ടുപോലും പറ്റിയില്ല. അപ്പോൾ അതാണ്ട് അതിന്റെ 12:3 വായിച്ച്. സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? മീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗമ്യമായ പെരുമാറ്റമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെയാണ് ദൈവം 6 ലക്ഷം കാലാളിനെ നടത്തിക്കൊണ്ടുവരാനായിട്ട് ഏൽപ്പിച്ചത്. ശരിയല്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് പോലും പറ്റിയില്ല. ഇതായി പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എത്രത്തോളം സൗമ്യതയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിലേ ഈ ഒരു ഓഫീസിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലായോ?
നമുക്കിങ്ങോട്ട് ഒരു ചെറിയ കാര്യം വന്നാൽ പോലും പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും അല്ലേ? ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും, കോപിക്കും, ഒന്നും നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആദ്യം കർത്താവ് നമ്മളെ കിട്ടിയാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാക്കി പണിയണം. ശരിയല്ലേ? ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, സൗമ്യത നമ്മൾ പഠിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ ശരിക്കും അതുണ്ടോ? ഇല്ല അല്ലേ അപ്പച്ചാ? ശരിക്കും നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഇതെല്ലാം ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുകയും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടായി വരുന്നത് അതാണ് ആത്മാവിൻ്റെ ഫലം. മനസ്സിലായോ? അത് ഉണ്ടായി വരും. അങ്ങനെയുള്ള ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കും, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട്. മറ്റൊരു മനുഷ്യന്റെ വിഷമം കേട്ടാൽ നിങ്ങൾക്ക് കരയാൻ തോന്നും. മനസ്സിലായോ? മുമ്പൊരു കാലം സിസ്റ്റർ അമൃതയ്ക്ക് ഉണ്ടായിരുന്നു, ആരെന്ത് വിഷമിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ല സേഫ് ആണല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ജീവിതം അല്ല വിഷയം, മറ്റുള്ളവരുടെ ജീവിതം. അതുകൊണ്ടാണ് രാവും പകലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം എനിക്ക് നോക്കിയിരുന്നെങ്കിൽ ഇത് പറയണം? വേണ്ട. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അസൈൻമെന്റ് ഉണ്ട്. എന്താണ്? അനേകരെ നീ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. വിശ്വാസികളെ എഴുന്നേൽപ്പിക്കാനല്ല, അതാണ് വ്യത്യാസം. ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാനുള്ള വിളിയാണ്. ആ രണ്ട് വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസികളെ എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ ഒരു പടി താഴെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടന്നേ പറ്റൂ, ദൈവം പറയുന്ന കേട്ടേ പറ്റൂ, അതുപോലെ ചെയ്തേ പറ്റൂ, അതുപോലെ പറഞ്ഞേ പറ്റൂ, അതുപോലെ പ്രവർത്തിച്ചേ പറ്റൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ഹൃദയ ഭാരം വഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പേരുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ തന്നെ ഭാരങ്ങളാണ്. ഇത് നീക്കണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മോശയ്ക്ക് ഒരിക്കലും മോശയുടെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ ഈ 6 ലക്ഷത്തിലധികം വരുന്ന ഈ ജനങ്ങളെ ന്യായപാലനം ചെയ്ത് എൻ്റെ ജീവിതം മുഴുവൻ തീരും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും, മനസ്സിലായി? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദൈവത്തിന്റെ പ്രവാചകനായി നിൽക്കുമ്പോൾ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. മനസ്സിലായി? നിങ്ങളുടെ ജോലിയെക്കാളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാളോ അല്ലെങ്കിൽ നിങ്ങൾ അയൽക്കാരെക്കാളോ ഒക്കെ ഉപരി. ചിലപ്പോൾ ഞാൻ വർഷങ്ങളായി ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാൻ വർഷത്തിലൊരിക്കൽ പോയാലായി. എന്തുകൊണ്ടാണ്? ഇന്നെൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ആരെൻ്റെ അമ്മ, ആരെൻ്റെ സഹോദരങ്ങൾ? ഉത്തരം എന്താ? പറഞ്ഞേ. എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഹല്ലേലൂയ. മാറി, സംഭവം മാറി. മുമ്പേ രക്തബന്ധങ്ങൾ, നമ്മളിൽ നിന്ന് ജനിച്ചവര്, അവരാണ് നമുക്ക് വലുതെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറുകയാണ്. നമ്മുടെ അമ്മയും സഹോദരന്മാരും ഒക്കെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറി. അല്ലെങ്കിൽ അവർക്കായി നമ്മുടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതലായി മാറുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നാളെ തൊട്ട് കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിനെ ഒന്നും നോക്കരുതെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എല്ലാറ്റിനേക്കാളും പ്രാധാന്യം ഒരു പടി കൂടി നമ്മൾ ദൈവരാജ്യത്തിന് കൊടുക്കേണ്ടി വരും, ദൈവത്തിന് കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ ഹൃദയഭാരം അപ്പാ എന്നിലേക്ക് അങ്ങ് പകർന്നാട്ടെ. ഹല്ലേലൂയ. ചില സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നും ഒരു കരച്ചിൽ വരും, വല്ലാത്തൊരു വിഷമം, ഹൃദയഭാരം എൻ്റെ അകത്തോട്ട് കയറി വരും. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കരയാനായിട്ട് തുടങ്ങും. എന്ത് കാര്യത്തിനാണ് ഞാൻ കരയുന്നത്? എനിക്കൊരു വിഷയമില്ലേ. ഹല്ലേലൂയ. ഒരു വിഷമവും എനിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഇമോഷൻസിനെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അപ്പം എൻ്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്നിലൂടെ കരയാനായിട്ട് തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ വിഷമങ്ങൾ ആർക്കോ വേണ്ടി മധ്യസ്ഥത ചെയ്യും. ഹല്ലേലൂയ. അന്നേരം ഞാൻ കരയും. ഇനിയോ പരിശുദ്ധാത്മാവിനെ കുറച്ച് ചിരിക്കണമെന്ന് തോന്നിയാലോ ചിരിക്കാമല്ലോ എന്നിലൂടെ. നിങ്ങൾ അനുവദിക്കുമോ അതിന്? അതെ, എല്ലാറ്റിനും അനുവദിക്കാനായിട്ട് കഴിയണം. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വികാരങ്ങളെ
എല്ലാം കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ എന്താണ് ഈ ജോയ് അനോയിന്റിങ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്താണ്? സന്തോഷം. അതെ, ആത്മാവിലുള്ള ഒരു സന്തോഷം. ചിലരൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. മണിക്കൂറുകൾ അവർക്ക് ചിരിക്കാൻ പറ്റും. എങ്ങനെ പറ്റുന്നു? നമ്മുടെ ആ ഒരു ഇമോഷനെ ആരേറ്റെടുക്കുകയാണ്? പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും നമ്മളിലൂടെ ചിരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ചിരിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിരാശയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രതികൂലങ്ങൾ തകർന്നു പോയവരാരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ചിരി മാഞ്ഞു പോയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ എന്നെ കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കയ്യിലായിട്ട് നിങ്ങളെ തന്നെ കൊടുത്തട്ടെ. ഹല്ലേലൂയ. കരങ്ങൾക്കുള്ളിലേക്ക് നിങ്ങളെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞട്ടെ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സന്തോഷം എന്നിൽ നിന്ന് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എന്നെ നിരാശപ്പെട്ട മുഖത്തൂടെയാണോ കാണുന്നത്? നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആൾക്കാർ പറയുകയാണ്, എന്തെങ്കിലും വിഷയമുണ്ടോ? എന്താ ഇങ്ങനെ ഇരിക്കുന്ന വല്ലാതെ? അങ്ങനെയാണോ ചോദിക്കുന്നത്? എന്താ ഇന്ന് ഇത്ര സന്തോഷം? അങ്ങനെയാണോ ചോദിക്കുന്നത്? പറഞ്ഞാട്ടെ, നിങ്ങളുടെ ദിവസങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താ ഇത്ര വിഷമം? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താ ഇത്ര ബുദ്ധിമുട്ട്? അങ്ങനെയാണോ ചോദിക്കുന്നത്? എന്താ ഇത്ര പ്രസന്നത? ഇന്ന് എന്താ ഇത്ര സന്തോഷം? അങ്ങനെയാണോ ചോദിക്കുന്നത്? അങ്ങനെ ആവണം ചോദിക്കേണ്ടത്. ദൈവ പൈതലിനെ കണ്ട് ഒരാൾ ചോദിക്കേണ്ട എന്തായിരിക്കണം? എന്താണ് മുഖത്ത് ഇത്ര സന്തോഷം? അന്നേരം സുവിശേഷം പറയാമല്ലോ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമാർന്ന മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. ഹല്ലേലൂയ. ആമേൻ. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞ് നമ്മൾ കരയില്ലെന്നല്ല. ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരയാം. പക്ഷെ നമ്മുടെ പ്രസന്റ് ആയിട്ട് എപ്പോഴും ആയിരിക്കേണ്ട അവസ്ഥ എന്തായിരിക്കണം? സന്തോഷം. പൗലോസ് പറയുന്നു, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. ഒരു കാര്യം തന്നെ പിന്നെയും പറയുന്നതിൽ എനിക്ക് മടിയില്ല. കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. എന്ത് കണ്ട് സന്തോഷിക്കാൻ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഹല്ലേലൂയ. ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് വിരിയട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളി നോക്കുമ്പോൾ, എന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? കടന്നൽ കുത്തിയത് പോണെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുന്നത്. നല്ല സന്തോഷമുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്, ഭയങ്കര സന്തോഷമാണ്. ബന്ധുക്കളുടെ അടുത്ത് പോകുമ്പോൾ, എന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? യേശുവിൻ്റെ കൂടെയുള്ള യാത്ര ആനന്ദമേ. ആ പാട്ട് പാടിക്കൊടുക്കുക. അടുത്ത ദിവസം മുതൽ അവരത് അന്വേഷിക്കട്ടെന്നേ. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം അവർ അന്വേഷിച്ച് പിന്തുടരട്ടെ. ഹല്ലേലൂയ. നിങ്ങളിലെ പ്രകാശം കണ്ട് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് ആ പ്രകാശത്തെ പരത്താനാണ്. പ്രകാശത്തെ കുഴിച്ചു വയ്ക്കാനും മൂടി വയ്ക്കാനുമില്ല. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ സന്തോഷം നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രവാചകൻ എപ്പോഴും ജനത്തിന്റെ ഭാരം വഹിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ താഴേക്ക് വായിച്ചു കൊണ്ടുവരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, നിനക്കിത് വഹിക്കാൻ കഴിയുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ വേറെ ഒരു 70 പേരെ കൂടി നീ അങ്ങ് തിരഞ്ഞെടുക്കുക. അവർ ലിസ്റ്റ് എല്ലാം തയ്യാറാക്കുക, പേരെഴുത്. ഞാൻ എന്ത് ചെയ്യാം? നിന്റെ മേലുള്ള ആത്മാവിനെ എടുത്തിട്ട് കുറച്ച് അവരുടെ മേലും പകരാം. അപ്പം എന്ത് ചെയ്യും? നിന്റെ ഭാരം ഒന്നും കുറയുമല്ലോ.
നിന്റെ ഭാരം കുറയില്ല. അവരും കൂടെ ജനത്തിനെ ന്യായപാലനം ചെയ്യുകയും നടത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് മോശ എന്ത് ചെയ്തു? 70 പേരെ സെലക്ട് ചെയ്തു, അവരുടെ പേരുകൾ എഴുതി. അപ്പോൾ അതിന് 24 ബാക്കി ഒന്ന് വായിച്ചേ. ജനത്തിന്റെ മൂപ്പന്മാരിൽ 11:24 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവനോടുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു. ഹല്ലേലൂയ. അവര് വന്നിട്ടില്ല, മനസ്സിലായോ? പക്ഷേ പേരെഴുതിയ ലിസ്റ്റിലുണ്ടായിരുന്നു. ആ ഭാരം വഹിക്കേണ്ടവരുടെ ലിസ്റ്റിലുള്ളവരായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയഭാരം വഹിക്കാൻ എത്ര പേർ തീരുമാനിക്കുന്നുണ്ട്? കർത്താവിനെ ഇന്ന് ലിസ്റ്റിൽ പേരെഴുതാന. സ്തോത്രം. നിങ്ങളുടെ പേര് അവിടെ വെക്കണമെങ്കിൽ നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തിന്റെ ഭാരം ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയവേദന ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭാരം വഹിക്കുന്ന വ്യക്തി നമുക്ക് യഥാർത്ഥ പ്രവാചകൻ എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭാരം വഹിച്ച് കരയുന്നവൻ പ്രവാചകൻ. ദൈവത്തിന്റെ ഭാരം വഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവനാണ് ഒരു പ്രവാചകൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉദ്ദേശത്തിനായി പലതും ചെയ്യാനായിട്ട് തൻ്റെ ജീവിതത്തിൽ സ്വയം തീരുമാനിക്കും. രാത്രികളിൽ ഉറക്കമില്ലായിരിക്കും ചിലപ്പോൾ. കർത്താവ് പറയും, നീ ഇന്ന ദേശത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. തൻ്റെ പല സുഖങ്ങളും മാറ്റിവെക്കേണ്ടി വരുമായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി ആവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി തന്നെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവെങ്കിൽ നിങ്ങളുടെ മേല് ആത്മാവിനെ പകരും. മനസ്സിലായോ? ആ ഒരു ഓഫീസിലേക്ക് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെല്ലാ വിശ്വാസികൾക്കും കിട്ടും. അതെന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, ആത്മീക വർധനയ്ക്കും മറ്റൊരുവന്റെ ആശ്വാസത്തിനും പ്രബോധനത്തിനുമായി നമുക്ക് അവനോട് സംസാരിക്കാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ ഇരമ്യാവിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോകുക. ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇരമ്യാവ് 1:4-10 വരെ ഒന്ന് വായിച്ചേ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ നീ പോകണം. ആ ഒരു വാക്യം കണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരച്ചിടാം. പ്രൊഫറ്റിക് ഓഫീസിൽ നിൽക്കുന്നവർക്ക് പല യാത്രകൾ വരാം. പല രാജ്യങ്ങളിൽ അവർക്ക് പോകേണ്ടി വരും. ഹല്ലേലൂയ. ചില രാജാക്കന്മാരുടെ അടുക്കൽ ദൈവം അയക്കാം. അധികാരികളുടെ അടുക്കൽ ദൈവം അയക്കാം. മനസ്സിലാവുന്നുണ്ടോ? അയക്കുന്നവരുടെ അടുക്കൽ പോകണം. കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കണം. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തൊക്കെ ചെയ്യണം? അയക്കുന്നവരുടെ അടുക്കൽ പോകണം, കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കണം. ഹല്ലേലൂയ. പക്ഷെ ചിലർക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. ഒരിക്കൽ കർത്താവ് എന്നോട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ നോക്കി പറയാൻ പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത ആളാണ്, നീ മദ്യപിക്കുകയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പോകത്തില്ല. പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പറഞ്ഞേ പറ്റൂ. അല്ല അടി കിട്ടിയാലും അടി കിട്ടിയാൽ വാങ്ങിയിട്ടായാലും പറയണം എന്നാണ് അപ്പച്ചൻ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവ് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലത് പെട്ടെന്ന് ഒരു വ്യക്തിയോട് പറയാൻ പറഞ്ഞാൽ പറഞ്ഞേ പറ്റൂ നമുക്ക്. നീ മദ്യപിക്കരുത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അറിഞ്ഞുപോലും കൂടെ ആയിരിക്കും ഒരു പക്ഷേ. ചിലപ്പോൾ അറിയാവുന്നുള്ള വ്യക്തിയായിരിക്കാം, വേണ്ടത്തക്ക വ്യക്തിയായിരിക്കാം. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആയിരിക്കാം. മനസ്സിലായോ? മദ്യപിക്കുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ബന്ധുവായ നമ്മളത് അറിഞ്ഞു എന്ന് വന്നാലും പ്രശ്നമല്ലേ?
പക്ഷെ ദൈവം പറയുകയാണ് നീ പറയുമെന്ന് പറഞ്ഞാൽ അയ്യോ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ അവരുമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടുമല്ലോ. അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പറയണമെന്ന് പറഞ്ഞാൽ പറയണം. ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യം പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേ പറ്റൂ. നീ അയക്കുന്നിടത്ത് പോകണം, കൽപ്പിക്കുന്നതൊക്കെയും പറയണം. ഹല്ലേലൂയ. ബാക്കി പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ എവിടെ തന്നിരിക്കുന്നു? നിന്റെ വായിൽ തരും. ഹല്ലേലൂയ. എവിടെ തരും? വായിൽ വചനങ്ങളെ ദൈവം തരും. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വചനത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വചനം വന്നുകൊണ്ടിരിക്കും. വാ തുറന്നാൽ വചനേ വരത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു ഓഫീസിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വചനം പഠിക്കാൻ ഒരു മുടക്കവും വരുത്തരുത്. രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം വചനം പഠിക്കണം. ചോറ് കഴിക്കുമ്പോഴും ബൈബിൾ അടുത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി. ഞാൻ എങ്ങനെയാണ് വചനം പഠിക്കുന്നതെന്ന് അറിയാമോ? വായിച്ച് പഠിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം വായിക്കും. ഇനി കുക്ക് ചെയ്യുമ്പോഴെങ്ങനെ വചനം പഠിക്കും? കുക്ക് ചെയ്യുമ്പോഴും പഠിക്കാമല്ലോ. അപ്പം എങ്ങനെ പഠിക്കണം? ടിപ്പുകൾ പറഞ്ഞുതരാം. ഓഡിയോ ബൈബിൾ വയ്ക്കും, കേൾക്കുന്ന ബൈബിൾ. മനസ്സിലായി? കുക്ക് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ വചനം കേട്ട് ഉണ്ടാക്കാമല്ലോ, അല്ലേ? ഇനി ഡ്രസ്സ് അയൺ ചെയ്യുകയാകട്ടെ, എന്ത് ചെയ്യട്ടെ, ഗാർഡനിങ് ആകട്ടെ, കുഞ്ഞു കുഞ്ഞു ജോലികൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഇല്ലാതിരിക്കത്തില്ല. അന്നേരമൊക്കെ മൊബൈൽ എവിടെയെങ്കിലും, ഇപ്പോൾ അങ്ങനെ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് മൊബൈൽ എവിടെയെങ്കിലും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വചനം കേട്ടുകൊണ്ടിരിക്കാമല്ലോ. കേട്ട് 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 എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും എന്താൽ നിറഞ്ഞുകൊണ്ടിരിക്കും? വചനത്താൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എന്ത് കണ്ടും ഞാനിത് ചെയ്തേ അടങ്ങുമെന്നൊരു വാശി ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നന്നായിട്ട് PSC പഠിക്കുന്ന കുട്ടികളൊക്കെ എനിക്കറിയാം. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? വായിച്ച് പഠിക്കാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ വായിച്ച് പഠിക്കും. എന്നിട്ട് ബാക്കി ജോലി ചെയ്യുന്ന സമയങ്ങളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഓണാക്കി വെക്കും. ഇവർ ഈ വായിച്ച് പഠിക്കുന്ന സമയത്ത് ഫോണ് കൂടെ ഓണാക്കി വെച്ചിരിക്കും അവർ. അപ്പോൾ എന്ത് ചെയ്യും? ഈ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. പിന്നീട് അവരെന്ത് ചെയ്യും? അത് ഓണാക്കി വെച്ച് കേൾക്കും. അങ്ങനെയുള്ളവർ വിത്തിൻ 3 years എല്ലാ ലിസ്റ്റിലും വന്നിരിക്കും. എൻ്റെ അനുഭവമുള്ള കാര്യം കേട്ടോ ഈ പറയുന്നത്. കാരണം അവർക്ക് അതിനോടൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ജോലി മേടിക്കണമെന്ന്. അതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ വചനം പഠിക്കാൻ നമുക്ക് ഒരു മറുപടിയും തോന്നത്തില്ല. ദൈവത്തിൻ്റെ ഹൃദയഭാരം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഒരു മടിയും നമുക്ക് തോന്നില്ല. കാരണം എന്താ? അപ്പൻ്റെ ആ സ്നേഹം മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ എന്നെ നിർബന്ധിക്കുന്നു, ബൈബിൾ പഠിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. പൗലൂസ് പറയുകയാണ്, സുവിശേഷം പറയുന്നെങ്കിൽ ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് പ്രശംസിക്കാനൊന്നുമില്ല. സുവിശേഷം ഞാൻ പറയുന്നെങ്കിൽ ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരും ചുരുക്കം. വേലക്കാർ വേണ്ടേ? വേണം. കൊയ്ത്തിനെന്ന വയലുകളെല്ലാം റെഡിയാണ്, കൊയ്യാനായിട്ട് ആളുകളാണ് വേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഈ നാളുകൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അനേകം വേലക്കാർ എഴുന്നേൽക്കട്ടെ എന്നല്ല, എന്നെ അപ്പ എഴുന്നേൽപ്പിക്കണം. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ്? കർത്താവേ, അനേക ഇവാഞ്ചലിസ്റ്റുമാരെ എഴുന്നേൽപ്പിക്കണമേ, അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കണമേ, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവ് എന്നോട് ചോദിച്ചു, നിനക്കെന്താണ് പിന്നെ പണി? അപ്പം ഞാൻ എഴുന്നേൽക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കരുതെന്നല്ല, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട, അപ്പ അങ്ങയുടെ ഹിതം എന്താണോ ആ രീതിയിൽ എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, എന്നെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ, എന്നെ അങ്ങയുടെ വരത്താൽ നിറയ്ക്കണമേ, ഫലത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന. തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം, അവർ ദൈവരാജ്യത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അവർ ദൈവരാജ്യത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ബാക്കി വിഷയങ്ങൾ പ്രാർത്ഥിക്കത്തു. ഹല്ലേലൂയ. കാരണം ബാക്കി ഈ ലോകത്ത് എന്ത് കിട്ടിയാലും നിങ്ങൾ ദൈവരാജ്യത്തിന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പോൾ എല്ലാറ്റിനുപരി അവർക്ക് നന്മകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കരുതെന്നൊന്നുമല്ല, എല്ലാറ്റിനുപരി അവരുടെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു 2 കാര്യം കൂടെ ഒന്ന് പറയാൻ പോവുകയാണ്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു, എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക,
നിർമൂലമാക്കാനും. എന്തൊക്കെയാണ്? നിർമൂലമാക്കാനും, പൊളിപ്പാനും, പിന്നെ നശിപ്പിപ്പാനും, ഇടിച്ചു കളയാനും, പണിയാനും, നടുവാനും വേണ്ടി. അവിടെ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? നിർമൂലമാക്കാൻ, പൊളിക്കാൻ, നശിപ്പിക്കാൻ, ഇടിച്ചു കളയാൻ, പണിയാൻ, നടാൻ. ഹല്ലേലൂയ. ഇതെല്ലാത്തിനുമാണ് ദൈവം ആരെ ആക്കി വെക്കുന്നത്? ഒരു പ്രവാചകന്റെ ഓഫീസിൽ നിൽക്കുന്ന ഒരാളെ ആക്കി വെക്കുന്നത്. ഇതെല്ലാത്തിനുള്ള അധികാരങ്ങൾ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി പോലെ അല്ല ഇത്. ഒരു അധികാരത്തിന്റെ പുറത്താണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. ചിലതിനെ ഇടിച്ചു കളയണമെന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് അത് ഇടിച്ചു കളയാം. ചിലത് പണിയണമെന്ന് വെച്ചാൽ പണിയാം. ചില കോട്ടകളെ പിശാചിന്റെ ഇടിക്കണമെന്ന് വെച്ചാൽ വാക്കുകളാലെ അതിനെ ഇടിച്ചു കളയാം. ഒരു ദേശത്തിനെ സ്വതന്ത്രമാക്കണമെന്നുണ്ടെങ്കിൽ ആ ദേശത്തിന് നേരെ ചിലത് കൽപ്പിക്കുമ്പോൾ ആ ദേശം സ്വതന്ത്രമാകും. ദേശശക്തികളുടെ മേൽ പ്രവാചകൻ അധികാരം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു നോർമൽ വിശ്വാസിയേക്കാൾ ഉപരി അതൊക്കെയാണ് പ്രത്യേകത. ദേശത്തിൽ വാഴുന്ന ശക്തികൾക്ക് അവരെ പേടിയായിരിക്കും. കാരണം എന്താ? അവരുടെ അനോയിന്റിങ്ങിന് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഒരു വിശ്വാസി യേശുവിന്റെ നാമത്തിൽ ശാസിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പോകണമെന്നില്ല, അനങ്ങണമെന്നുമില്ല. എന്നാൽ ഒരു പ്രൊഫറ്റിക്കൽ ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഈ ദേശശക്തിയോട് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ആ കുടുംബം വിട്ട് പോവാൻ പറഞ്ഞാൽ അവൻ പോയിരിക്കും. ഹല്ലേലൂയ. അധികാരത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മനുഷ്യരുടെ ഒന്നും ഇടിച്ചു പൊളിച്ച് കളയാനല്ല, പിശാചിന്റെ കോട്ടകളെ തകർക്കാനും ദൈവജനത്തെ പണിയാനും ദൈവം നിങ്ങളുടെ മേൽ അധികാരത്തെ തരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അതിന് റെഡിയാണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഭാരം വഹിച്ച് ദേശത്തിന്റെ കാവൽക്കാരായി എഴുന്നേറ്റ് നിന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കർത്താവിന് വേണ്ടി ഇരിക്കാൻ തയ്യാറുള്ളവന്റെ കയ്യിലേക്ക് ദൈവം ഇത് തരാൻ റെഡിയാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. കരയാനൊരു ഹൃദയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ കരയാൻ തുടങ്ങാം. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി കരയുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഹൃദയം. മനുഷ്യരുടെ ഹൃദയത്തിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. നശിച്ചു പോകുന്ന മക്കളെ ഓർത്ത് കരയുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തിനെയല്ല ഓർത്ത് കരയുന്നേ, സ്വന്തം കാര്യങ്ങളെയല്ല ഓർത്ത് കരയുന്നേ. അവർ കരയുന്ന എന്തിനായിരിക്കും? നശിച്ചു പോകുന്ന തലമുറകളെ ഓർത്ത്, മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന തലമുറകളെ ഓർത്ത്, ഇന്റർനെറ്റ് അഡിക്ഷനിലും ഗെയിമിലും പെട്ട് ജീവിതങ്ങൾ നശിച്ച് മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടിട്ടിരിക്കുന്ന എത്ര തലമുറ ഉണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവർക്കതില്ലാതെ പറ്റില്ല. മയക്കുമരുന്നിനേക്കാൾ ഭയങ്കര പ്രശ്നമാണെന്നേ. പിശാച് അത്രയ്ക്ക് പിടിക്കുവോ അതിൽ കൂടെ? മനസ്സിലായോ? ഇവർക്ക് വേണ്ടി കരയാൻ ഒരു രാത്രി എന്ന ഇന്റർനെറ്റിലൂടെ പാപത്തിന് പോകുന്നവർക്ക് വേണ്ടി ഇരുന്ന് കരയാം. ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? അവന്റെ അടുക്കലേക്കാ ദൈവം ഇറങ്ങി വരുന്നേ. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്കാ കർത്താവ് ചില വരങ്ങളും കൊണ്ട് വരാൻ പോകുന്നത്. കാരണം അങ്ങനെ ഭാരമുള്ളവനെ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ഇരിക്കുന്നവന്റെ കയ്യിലോട്ട് കുറെ ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ഓഫീസോ കൊണ്ടുകൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാനായിട്ടാണ്? ഹല്ലേലൂയ. കർത്താവിന്റെ ഭാരം വഹിക്കാൻ തയ്യാറാവുന്നവരുടെ മേലെ ഈ നാളുകളിൽ ദൈവം ചിലത് പകരാനായിട്ട് തയ്യാറാണ്. നശിപ്പിക്കാനും പൊളിക്കാനും പണിയാനും, ഹല്ലേലൂയ, നിർമൂലമാക്കാനും ചില അധികാരങ്ങൾ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരട്ടെ എൻ്റെ കർത്താവ്. ഇന്ന് ഞാൻ ഓഫീസ് ഓഫ് ദ പ്രൊഫറ്റ് ആണ് പറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രോഫറ്റിക് ഗിഫ്റ്റിനെ കുറിച്ചാണ്. ഇന്ന് അതുകൂടി പറയണമെന്നാണ് വിചാരിച്ചത് ഒറ്റ എപ്പിസോഡിൽ നിർത്താനായിട്ട്. പക്ഷെ കഴിയത്തില്ല. എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായവർ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ ബാക്കി ഭാഗം ഞാൻ പറയുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് സംഗ്രഹിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ ഒരിക്കൽ കൂടി പറയാം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണേ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർ ദൈവത്തോട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കണം. ഹല്ലേലൂയ. ഞാനല്ല സംസാരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പാ പിതാവേ, അങ്ങയുടെ ഭാരം എന്നിലേക്ക് പകരണമേ. ഹല്ലേലൂയ. ഞാൻ ആ ഹൃദയത്തെ തയ്യാറാക്കുകയാണ്. ഹല്ലേലൂയ. എത്രയോ ദേശങ്ങളെ കുറിച്ച് അങ്ങേക്ക് ഭാരമുണ്ട്. എത്രയോ മക്കൾ നശിച്ചു പോകുന്ന, ഹല്ലേലൂയ, യുവാക്കൾ നശിച്ചു പോകുന്നു, യുവതികൾ നശിച്ചു പോകുന്നു. പല അഡിക്ഷൻസിലൂടെ പിശാച് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
അവരെക്കുറിച്ചൊരു ഭാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മദ്യപാനത്തിനും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു ഭാരം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനകത്ത് എൻ്റെ കർത്താവ് തൊടട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ആരെല്ലാമാണോ അങ്ങയുടെ ഹൃദയഭാരം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരുടെ ഉള്ളിലേക്ക് അങ്ങയുടെ ബർഡൺ, അങ്ങയുടെ ഭാരം കൊടുക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ. ഈ നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കണം. ഇന്ന രാജ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ഇന്ന ദേശത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ കർത്താവേ. അതുപോലെ അങ്ങയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പ്രിയ മക്കളോട് അങ്ങ് സംസാരിക്കണം, അത് പകർന്നു കൊടുക്കണം. അതിലേക്കായി ഞാൻ പ്രാർത്ഥിക്കുവാണ് കർത്താവെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് എൻ്റെ ദൈവം കൊടുക്കുമാറാകണം. ദർശനങ്ങൾ അവർക്കുണ്ടാകട്ടെ, സ്വപ്നങ്ങൾ അവർക്കുണ്ടാകട്ടെ കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ ഓഡിബിൾ വോയിസ് അവർ കേൾക്കട്ടെ. ദൂതന്മാരുമായി ചില എൻകൗണ്ടറുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങി അവരോട് സംസാരിക്കട്ടെ. താങ്ക് യു ജീസസ്. ചില ദേശത്തിന്റെ കൺട്രോൾ കർത്താവ് ചിലരുടെ മേൽ കൊടുക്കണം. ഹല്ലേലൂയ. ചില ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ ഉള്ളിൽ ചില ആലോചനകളെ ദൈവം കൊടുക്കണം. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ എന്നോടൊപ്പം. റേ ലെ സഖാന ബലഹത്തരെ ഗലസോ റിഖോന റേ തേരെ ഗലസറോഖന ധീരബല ഹസ്സനോ തര റബന ലേഖ സിഖോന ധീരബാര ഹലഹസ്സറോ തര റബനെ ലേഖേ സെഖേന റേത്തോ റഗല ധീരെ റബന ലേസാ ഖനോ ഖല ധീര റിഖാന ധീരബാല ഹസ്സനോ തര റബന ലേഖേ സിഖോന ബലഹത്തരെ ഗലസറോഖന ധീരെ റബാല ഹേ തേരെ ഗാന ലഖോ ധീരഗല സഖാന ദരശദോ. കർത്താവെ, ചിലരെല്ലാം അങ്ങിപ്പോൾ ആത്മാവിനാലെ നിറയ്ക്കണം. ആരെല്ലാമാണോ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആ പുതുശക്തിയാലെ അങ്ങിപ്പോൾ നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ കർത്താവെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില മക്കൾ യേശുവിന്റെ നാമത്തിൽ അവർ നിറയപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ളവരെ തൊടണം. ഒരമ്മ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ ഇപ്പോൾ കർത്താവ് തൊടണം. അവരുടെ തന്നെ ഭാരങ്ങൾ ഒത്തിരി അധികമാണ്. ഹല്ലേലൂയ. അവർക്ക് പലതും കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കഴിഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ആ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ സ്പർശിക്കണം. ഹല്ലേലൂയ. റേഥേരെ ഗലസഖാന വാരറേഥര റബാലഹ സ്വറൂഖല ധീര റിഖല ധീര ശമന റേനെ തേരെ ഗലസറൂഖന ധീര ബലഹ സനൂധര റിബന. യേശുവിന്റെ നാമത്തിൽ ചില അധികാരത്തിന്റെ താക്കോലുകളെ ദൈവം ചിലർക്ക് നൽകി തരുന്നു. ഞാൻ ചില താക്കോലുകൾ കാണുകയാണ്. കർത്താവ് അത് നിങ്ങളുടെ അടുക്കലേക്ക് തരികയാണ്. ഹല്ലേലൂയ. ആരെല്ലാമാണോ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്, റിസീവ് ഇറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ചില അധികാരങ്ങൾ ദൈവം നിങ്ങളിലേക്ക് നൽകി തരട്ടെ. ചില ദേശങ്ങളുടെ വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായി പോകുന്നു. ചില ദേശങ്ങളുടെ വാതിലുകൾ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ അടച്ചു വെച്ചതിനെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിടുവാനായി പോകുന്നു. ഇതാ, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ചിലരെല്ലാം കർത്താവിനോട് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഇതുവരെ നിറവേറിയിട്ടില്ലല്ലോ, ദർശനങ്ങൾ നിറവേറിയിട്ടില്ലോ കർത്താവേ. ഇതുപോലെ ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് പറയുന്നു, ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് നിറവേറ്റപ്പെടും. നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവേറ്റപ്പെടും. പക്ഷെ അത് വിട്ടുകളയരുത്. ആ ദർശനങ്ങളെ മുറുകെ പിടിച്ച് ഈ നാളുകൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അതിനുവേണ്ടി സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവ് ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായി പോകുന്നു. ചില ഭവനങ്ങൾക്കകത്ത് ഐക്യതയില്ലാത്തതുപോലെ പിശാച് ചില പ്രശ്നങ്ങൾ അങ്ങനെ അഴിച്ചു വിടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ശാസിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. ആ ജീവിതം, ആ കുടുംബം യേശുവിന് വേണ്ടി ഉള്ളത് ആയി തീരട്ടെ. ചില കുടുംബങ്ങളെ കർത്താവ് ഫ്രീ ആക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരങ്ങൾ ചലിക്കുന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അടുത്തൊരു ലെവലിലേക്ക് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെ അങ്ങ് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുവാണ്. കർത്താവിന്റെ കരം അവരുടെ മേലെല്ലാം ചലിക്കണം. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ, ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നുമിവിടെ, ദൈവത്തിൻ്റെ തേജസ്സിന്നുമിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ, ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരിയണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആത്മസന്തോഷം എൻ്റെ ഉള്ളത്തിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. അത് നിറഞ്ഞ് കളഞ്ഞ് തുളുമ്പി മറ്റുള്ളവരിലേക്ക് അത് പോകട്ടെ. എന്നെ കാണുന്നവർ സന്തോഷിക്കട്ടെ, എന്നെ കേൾക്കുന്നവർ സന്തോഷിക്കട്ടെ, എൻ്റെ വചനം കേൾക്കുന്നവർ സന്തോഷിക്കട്ടെ, എൻ്റെ സാന്നിധ്യം ഇരിക്കുന്നവർ സന്തോഷിക്കട്ടെ. കർത്താവേ, നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ? അപ്പനോട് പറ, അപ്പാ അപ്പാ എന്നെ നിറയ്ക്കണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ നിറച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ വിടത്തില്ല. ഹല്ലേലൂയ. എന്നെ അതിനാൽ നിറയ്ക്കണം, എന്നെ നിറച്ചേ മതിയാകൂ കർത്താവേ. ഞാൻ വന്നതുപോലല്ല, നിറച്ച സന്തോഷവതിയായിട്ട്, സന്തോഷിക്കുന്നവളായിട്ട്, സന്തോഷിക്കുന്നവനായിട്ട് എന്നെ എൻ്റെ കർത്താവ് തീർക്കണം. ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ നിന്ന് നിങ്ങളൊന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ സന്തോഷം നിങ്ങളിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ആ സന്തോഷം വരട്ടെ. നിങ്ങളുടെ വിഷമങ്ങൾ എടുത്തു മാറ്റിക്കേ, നിങ്ങളുടെ വേദനകൾ എടുത്തു മാറ്റിക്കേ, നിങ്ങളുടെ പ്രയാസങ്ങൾ എടുത്തു മാറ്റിക്കേ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ എടുത്തു മാറ്റിയിട്ട് അപ്പൻ്റെ ആ തേജസ്സുള്ള മുഖം കണ്ട് നിങ്ങളൊന്ന് ചിരിച്ചേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ സന്തോഷം അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവേ ഇപ്പോൾ നിറയ്ക്കണമേ. ഈ ലോകത്തിലെ ഒന്നും നോക്കിയുള്ള സന്തോഷമല്ല, അപ്പൻ അവരോട് കൂടെയുള്ള ആ സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്ക് ദൈവ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുവാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അത് മനോഹരം, എത്ര സന്തോഷമാ പുതുജീവിതം. എന്താണ്
ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. എനിക്ക് സന്തോഷമാണ് എൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള വാസം. ചിരിക്കുന്ന മുഖങ്ങൾ കാണട്ടെ. എല്ലാവരും ചിരിച്ചേ. യൂട്യൂബിൽ എന്നെ കാണുന്നവർ ഹല്ലേലൂയ, എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള വാസം എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. സമാധാനം, തൃപ്തികരം. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആ കൃപയുടെ നിറവിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ആ സന്തോഷത്തിൻ്റെ നിറവിലാണ് എൻ്റെ കർത്താവ് ഇവിടെ നിന്ന് അയക്കുന്നത്. നിങ്ങൾക്കുള്ള കുറവുകളൊന്നും കുറവുകളല്ലെന്ന് കർത്താവ് പറയുന്നു. നിറവായ ഞാൻ നിന്റെ കൂടില്ലേ, നിറവായ ഞാൻ നിന്റെ കൂടില്ലേ. കുറവുകളെ ഓർത്ത് നീ സങ്കടപ്പെടുന്നത് എന്തിന്? നീ എന്നെ നോക്കുന്നെങ്കിൽ നിന്റെ കുറവുകളെ കുറിച്ച് പറയുന്നവരെ നീ ഓർക്കരുത്. എൻ്റെ സ്നേഹം നിന്നെ നിറയ്ക്കും. ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. നിന്റെ കുറവുകളെ ഞാൻ കാണുന്നേ ഇല്ല, ഞാനത് കാണുന്നേ ഇല്ല. കൂടെ നിൽക്കുന്നവർ മുഴുവനും കുറവുകളെ ആയിരിക്കും കാണുന്നത്, കുറ്റങ്ങളെ ആയിരിക്കും കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാനത് കാണുന്നേ ഇല്ല. അത് ഞാൻ അവഗണിച്ചിട്ട് എനിക്ക് വേണ്ടത് നിന്നെയാ. കുറവുകളുള്ള നിന്നെ, കുറ്റപ്പെടുത്തലുകളുള്ള നിന്നെ, എല്ലാവരും തള്ളിയ നിന്നെയാണ് എനിക്ക് ആവശ്യം. എൻ്റെ രാജ്യത്തിലെ ഒരു പടയാളിയായിട്ട്, ഒരു പടക്കുതിരയെ പോലെ നിൽക്കാൻ നീ തയ്യാറാണോ? ഓടാനായിട്ട് നിന്റെ കാലുകൾക്ക് ഞാൻ ബലം നൽകും. ഹല്ലേലൂയ. നിന്റെ കാലുകളെ മാൻപേട കാലുകൾ പോലെ ഞാൻ ആക്കി മാറ്റും. എനിക്ക് വേണ്ടി ഓടാൻ ശക്തിയും ബലവും ഞാൻ നിന്നിൽ നിറയ്ക്കും. ഞാൻ നിന്റെ അധരങ്ങളിൽ ഇനിയും പാട്ടും ചിരിയും നിറയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയുന്നതിനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ദൈവം ആരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഓടാൻ പറ്റിയിട്ട് പറ്റുന്നില്ല 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 എന്ന് പ്രയാസപ്പെടുന്നവരോടെ ആ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ നിറയ്ക്കും. ആരത് തടുക്കും? ഹല്ലേലൂയ. എല്ലാവരും പറയും ഒന്നിനും കൊള്ളത്തില്ലെന്ന്, ഓടാനും പറ്റത്തില്ല. പക്ഷെ ദൈവം അനുകൂലമായാൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയെ. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ കരയല്ലേ. ഒറ്റ മനുഷ്യരുടെ മുമ്പിലും നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കരയണ്ട. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അപ്പനോട് പറ. ദൂതന്മാരെ കർത്താവ് അവിടെ ഇറക്കും കൂടെ. ആരുമില്ലായിരിക്കാം വരാൻ, എന്നാൽ ദൂതന്മാർ കൂടെ വന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് പോകുന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളത് സാക്ഷ്യമായി പറയാനായി പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ അത് ഏറ്റെടുത്താട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സ്തോത്രം.